നമ്മൾ ലാസ്റ്റ് പഠിച്ചത് കുറേ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ദാറ്റ് ഈസ് PDF, റാൻഡം വേരിയബിൾ, PDF, PMS, CDF, മീൻ, വേരിയൻസ് ഓഫ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. ജനറൽ ഒരു ഡിസ്ക്രീറ്റ് ഒരു എക്സ് എന്ന് പറയുന്ന ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിളിൻ്റെ കേസ്. ഇനി നമ്മൾ പെർട്ടിക്കുലർ എക്സാമ്പിൾസിലേക്ക് പോകും. അത് ഫസ്റ്റ് വണ്ണാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ അതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ഫോളോ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂഷനാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ബെർണോളി ട്രയൽ അങ്ങനെ ഒരു ഡെഫിനേഷൻ ഉണ്ട്. ബെർണോളി ട്രയൽ നിങ്ങൾ എക്സാമിന് വാട്ട് ഈസ് ബെർണോളി ട്രയൽ എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഓർത്തിക്കുക. ബെർണോളി ട്രയൽ മീൻസ് ഇറ്റ് ഇസ് സിംപ്ലി എ ട്രയൽ. ഈച്ച് ഓഫ് ദ n ട്രയൽസ് ആർ ഇൻഡിപെൻഡൻറ്റ്. അതിലൊരു കാര്യം ക്ലിയർ ആണ്. ദർ ആർ n ട്രയൽസ് ആൻഡ് ഈച്ച് ഓഫ് ഇറ്റ് ആർ ഇൻഡിപെൻഡൻറ്റ്. അതിൽ ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആണ്. ആൻഡ് ഈച്ച് ട്രയൽ റിസൾട്ട്സ് ഇൻ എയ്തർ സക്സസ് ഓർ ഫെയിലിയർ. ഓരോ ട്രയൽ എടുക്കുമ്പോഴും നമുക്ക് അതിനെ ഒന്നുകിൽ സക്സസ് എന്ന് പറയാം അല്ലെങ്കിൽ ഫെയിലിയർ എന്ന് പറയാം. ഈ സക്സസ് മീൻസ് റിയൽ ലൈഫ് സക്സസ് അല്ല, നമ്മൾ ഡിഫൈൻ ചെയ്തത് സക്സസ്. അപ്പോൾ ആ ഡിഫൈൻ ചെയ്തതിനെ സക്സസ് ആയാൽ അതല്ലാത്തതിനൊക്കെ എന്ത് പറയും? ഫെയിലിയർ എന്ന് പറയും. നെക്സ്റ്റ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് ഈസ് സെയിം ഇൻ ഓൾ ദ ട്രയൽസ്. ഒരു എക്സാമ്പിൾ വെച്ച് പറയാം. നമ്മൾ യൂഷ്വലി കോയിൻ ടോസ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോബബിലിറ്റി ഉണ്ട്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഓർ ടെയിൽ. ആൻഡ് നൗ ഡിഫൈൻ ഗെറ്റിംഗ് എ ഹെഡ് ആസ് സക്സസ്. സക്സസ് എന്ന് പറയുന്നത് ഇതാണെങ്കിൽ then what will be the failure? Getting tail ആയിരിക്കും failure. Probability of getting head is 1/2. അത് എവിടെയാണെങ്കിലും സെയിം ആയിരിക്കും. അത് ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ടോ? ഇതിൽ ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും അത് സെയിം ആയിരിക്കും. പിന്നെ ട്രയൽസ് ഫസ്റ്റ് ടോസ് ചെയ്യുന്നത് സെക്കൻഡ് ടോസ് ചെയ്യുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഇന്ന് ജസ്റ്റ് ഓർത്ത് വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകാം. ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഇത്ര മാത്രമേ ഉള്ളൂ. കൺസിഡർ n ബെർണോളി ട്രയൽസ് വിത്ത് പ്രോബബിലിറ്റി ഓഫ് സക്സസ് p. ലെറ്റ് x denote the number of success. നമ്മൾ ഒരു ബെർണോളി ട്രയൽ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ there will be n trials and each of it results either in a success or in a failure, and each trials are independent. And last one, probability of success is same in each case. ഇത്രയും കാര്യങ്ങൾ ആ ബെർണോളി ട്രയലിൽ തന്നെ വന്നു. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ക്യാപിറ്റൽ എക്സ് ഈസ് ഡിഫൈൻഡ് ആസ് നമ്പർ ഓഫ് സക്സസ്. ക്യാപിറ്റൽ എക്സിനെ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്യുന്നു? നമ്പർ ഓഫ് സക്സസ് ഡിഫൈൻ ചെയ്യുന്നു. റാൻഡം വേരിയബിൾ ആണല്ലോ, നമ്പറിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റും. റാൻഡം വേരിയബിൾ എക്സ് നമ്പർ ഓഫ് സക്സസ്. ദെൻ നമ്പർ ഓഫ് സക്സസ് എൻ സ്മോൾ ലെറ്റർ പി എന്താണ്? പ്രോബബിലിറ്റി ഓഫ് സക്സസ്. നമ്മൾ ഡിഫൈൻ ചെയ്ത സക്സസിന്റെ പ്രോബബിലിറ്റി ആണ് സ്മോൾ ലെറ്റർ പി. ദെർഫോർ ലെറ്റ് ക്യൂ ഈസ് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. ക്യൂ തന്നെ വേണമെന്നില്ല. പി പ്രോബബിലിറ്റി ഓഫ് സക്സസ് ആണെങ്കിൽ 1 - p എന്തായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ദെൻ നൗ വി ആർ ഡിഫൈനിങ് പ്രോബബിലിറ്റി ഓഫ് ആർ സക്സസ്. ആർ സക്സസ് മീൻസ് probability of capital X. Capital X is number of success, that is equal to R. It is given by NCR P raised to R 1 - P raised to R. Probability of R success out of n trials ആണ്. അപ്പോൾ R ന്റെ വാല്യൂസ് 0, 1, 2, 3 up to n മാത്രമേ വരൂ. ആൻഡ് പ്രോബബിലിറ്റി ഓഫ് X equal to R ന് എന്ത് ചെയ്താൽ നമുക്ക് f of R PDF ചെയ്താലോ? ആ R ന് പകരം ഇനി X വെച്ച് റീപ്ലേസ് ചെയ്തതാണ് ഞാൻ ഇവിടെ എഴുതിയത്. അപ്പോൾ ദിസ് ഈസ് ദ PDF ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. എക്സ് നോക്കൂ, NCX P raised to X 1 - P raised to n - X. എക്സിന്റെ വാല്യൂ 0, 1, 2, 3. Therefore it is discrete random variable. ഇനി ഇങ്ങനെയുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ X follows ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതുന്നത് ഇങ്ങനെയാണ്. X follows BXNP. X എന്ന് പറയുന്നത് X സക്സസ് എന്നുള്ള കേസ്, N ടോട്ടൽ നമ്പർ ഓഫ് ട്രയൽസ്, P പ്രോബബിലിറ്റി ഓഫ് സക്സസ്. അപ്പോൾ നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ ഇത്രയും ഓർക്കണ്ടു. റാൻഡം വേരിയബിൾ, ഇറ്റ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ X follows binomial distribution if its PDF is given by NCX P raised to X 1 - P raised to n - X. X varies from 0 to n. ഇത്രയും ഓർത്തിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് അറിയുന്ന ഇനി നമ്മൾ ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡെറിവേഷൻ്റെ കേസിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്.
നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളല്ല, ഒന്ന് ഞാൻ ജസ്റ്റ് റിമൈൻഡ് ചെയ്തത്. What is NCX? NCXന്റെ എക്സ്പാൻഷൻ എന്താ? n factorial divided by n minus x factorial into x factorial. ഇത് ആവശ്യമുണ്ടാവും നിങ്ങൾക്ക് ഡെറിവേഷൻ. നെക്സ്റ്റ് നിങ്ങൾ a plus b all raised to n എന്നുള്ളൊരു binomial expansion പഠിച്ചിട്ടുണ്ട്. Similarly p plus q all raised to n, that is summation r from 0 to n ncr p raised to r q raised to n minus r ഇങ്ങനെയാണ് വരിക. q raised to n minus r. ഇനി rന് പകരം x കൊടുക്കാം. summation x from 0 to n ncx p raised to x q raised to n minus x. ഇത് ആവശ്യം വരും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസ് ഒക്കെ ഡിഫൈൻ ചെയ്യുന്ന കേസിൽ. ഇത് രണ്ടൊന്നും ഓർത്തു അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് വീണ്ടും പറഞ്ഞു തന്നത്. അടുത്തത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ നമ്മൾ നേരത്തെ മീനിന്റെ ജനറൽ ഇക്വേഷൻ, വേരിയൻസിന്റെ ജനറൽ ഇക്വേഷൻ പഠിച്ചു. അവിടെ നമുക്ക് PDF-ന്റെ അതായത് നമ്മൾ ജനറൽ ഫോമാ പറഞ്ഞത്, അല്ലാതെ PDF ഒരു പെർട്ടിക്കുലർ PDF അറിയില്ല. ഇവിടെ നമുക്ക് PDF കറക്റ്റ് ആയിട്ട് അറിയാം ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ. അപ്പോൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും വേരിയൻസും ഡിറൈവ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മീൻ ഡിറൈവ് ചെയ്യാം. എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും, ഡിറൈവ് ദ മീൻ ആൻഡ് വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡെറിവേഷനാണ്. ഓക്കെ, നോക്കാം നമുക്ക്. The mean is denoted by the letter mu and is defined as E of x. Since binomial distribution is a discrete distribution, this is equal to summation x from minus infinity to infinity x into f of x ആണ്. ഇവിടെ f of x is bx and p, that is summation x from x minus infinity to infinity. കംപ്ലീറ്റ് കേസ് വരുന്നുള്ള മീനിങ് ആണ്. ഇവിടെ ഏതാ വാല്യൂസ് വരുന്നത്? ജസ്റ്റ് 0 to n. എക്സിന്റെ ലിമിറ്റ് 0 to n ആണല്ലോ. x into f of x is actually bx and p. bx and p binomial distribution the PDF. x from 0 to n x into ncx p raised to x 1 minus p raised to n minus x. 1 minus p നെ നമുക്ക് q എന്ന് എഴുതാം. ഞാൻ അങ്ങനെ എഴുതിയിട്ടാണ് ഡെറിവേഷൻ ചെയ്യുന്നത്. q raised to n minus x. ഇത് അറിയാമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് വേണേൽ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. x follows bx and p. Therefore bx and p equal to എന്താ? ncx p raised to x q raised to n minus x x from 0 1 2 3 up to n. So this is equal to summation x from 0 to n. ncx നെ എങ്ങനെ മാറ്റി എഴുതാം? n factorial divided by n minus x factorial into x factorial into p raised to x q raised to n minus x. ഇവിടെ നമ്മൾ x into ncx, മീനിൽ x into ncx വരും, വേരിയൻസ് ചെയ്യുമ്പോൾ x സ്ക്വയർ into ncx വരും. നമുക്ക് എയിം എന്ന് പറയുന്നത് ഈ എക്സിനെ ക്യാൻസൽ ചെയ്യണം. എക്സിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ന്യൂമറേറ്ററിൽ എന്ത് ടേം ഉണ്ടായിട്ടും കാര്യമില്ല, ഡിനോമിനേറ്റർ നോക്കണം. ഡിനോമിനേറ്ററിൽ n മൈനസ് എക്സ് ഫാക്ടോറിയൽ ഉണ്ട്, എക്സ് ഫാക്ടോറിയൽ ഉണ്ട്. നേരത്തെ ഞാൻ പറയാൻ പറ്റുമോ ഒരു കാര്യമാണ്. ഈ 5 ഫാക്ടോറിയലിന് എങ്ങനെ എഴുതാം? നമുക്ക് 5 into 4 into 3 into 2 into 1 എഴുതാം. അതേപോലെ 5 into 4 ഫാക്ടോറിയൽ എഴുതിയാലും കറക്റ്റ് അല്ലേ? 4 into 3 into 2 into 1. In general, n factorial can be written as n into n minus 1 factorial, or n factorial is n into n minus 1 into n minus 2 factorial. ഇങ്ങനെയൊക്കെ എഴുതിക്കൂടെ? or n factorial can be written as n into n minus 1 into n minus 2 into n minus 3 factorial. ഇത് എത്ര വരെ വേണമെങ്കിലും എഴുതാം. അതേ ഒരു രീതിയിൽ നമുക്ക് x factorial എങ്ങനെ എഴുതാം? summation x from 0 to n x into n factorial divided by n minus x factorial into x into x minus 1 factorial എഴുതി കൂടെ? n factorial പറഞ്ഞു. അതുപോലെ x factorial can be written as x into x minus 1 factorial p raised to x q raised to n minus x. Now ഏതൊക്കെ ടേം ക്യാൻസൽ ആവും? എക്സിനെയും
എക്സിനെയും ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള ടേംസ് എന്തൊക്കെ വരും? ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഫ്രം. നോക്കൂ, ഇനി ഇതുവരെ എക്സിന്റെ ലിമിറ്റ് 0 to n ആയിരുന്നു. എക്സ് 0 വരുമ്പോൾ 0 ഫാക്ടോറിയൽ ഓക്കെ ആണ്. പക്ഷെ ഇനി നമ്മൾ അടുത്ത ടേം എഴുതുമ്പോൾ എക്സ് ക്യാൻസൽ ചെയ്തു. ഇനി 0 കൊടുത്താൽ എന്താ വരിക? എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ ആണ്. അപ്പൊ 0 മൈനസ് 1 ഫാക്ടോറിയൽ -1 ഫാക്ടോറിയൽ. അങ്ങനെ ഒരു കേസ് വരില്ലല്ലോ. ഫാക്ടോറിയൽ ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് നമ്പേഴ്സ്. അപ്പോ എക്സ് ഫാക്ടോറിയൽ ഫസ്റ്റ് നമുക്ക് അറിയുന്നത് 0 ഫാക്ടോറിയൽ ആണ്. ഇവിടെ എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ 0 വരണമെങ്കിൽ എക്സിന്റെ ലിമിറ്റ് എന്താവണം? 1 ആയിരിക്കണം. 0 വന്നാൽ നെഗറ്റീവ് വരും. നെഗറ്റീവ് ഫാക്ടോറിയൽ ഡിഫൈൻഡ് അല്ല. ഫാക്ടോറിയൽ ഈസ് ഡിഫൈൻഡ് ഓൺലി ഫോർ പോസിറ്റീവ് വാല്യൂസ്. 0ക്കും 0യിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2, 3 അതിന് മാത്രമേ ഫാക്ടോറിയൽ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എക്സ് ഫ്രം 1 to n factorial divided by n minus x factorial into x minus 1 factorial into p raised to x into q raised to n minus x. ഇനി നമ്മൾ ചെയ്യുന്നത് സമ്മേഷൻ x from 1 to n എന്ന് പറഞ്ഞാൽ എന്ത് വരും? x minus 1 from 0 to n. അതായത് x കിടക്കുന്നതിനെ നമ്മൾ x minus 1ലേക്ക് മാറ്റുന്നു. അപ്പോൾ x minus 1 ആവുമ്പോൾ x minus 1ന്റെ ലിമിറ്റ് എന്താവും? 0 മുതൽ n minus 1 വരെ ആവില്ലേ? x 1 to n ആണ്. അപ്പോൾ x minus 1 അവിടുന്ന് 0 to n minus 1 വരെയാവും. ഇനി n ഫാക്ടോറിയലിനെ എങ്ങനെ എഴുതാം? n ഇൻറ്റു, അതായത് n കിടക്കുന്നിടത്തൊക്കെ n minus 1 ആക്കണം, x കിടക്കുന്നിടത്തൊക്കെ x minus 1 ആക്കണം. അപ്പൊ ഇവിടെ n ഫാക്ടോറിയൽ ഉണ്ട്. അതിനെങ്ങനെ എഴുതാം? n ഇൻറ്റു n minus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ n minus x ഫാക്ടോറിയലിനെ n minus 1 മൈനസ് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ എഴുതാം. കാരണം ഇത് രണ്ടും സെയിം ആണ്. നമ്മളൊന്ന് ജസ്റ്റ് നോക്കുക. n minus 1 മൈനസ് എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ എന്താ? n minus 1 മൈനസ് എക്സ് പ്ലസ് 1. അപ്പൊ n minus എക്സിന് രണ്ടും സെയിം ആണ്. അപ്പൊ n minus x can be written as n minus 1 മൈനസ് എക്സ് മൈനസ് 1 ഫാക്ടോറിയൽ. x minus 1 ഫാക്ടോറിയൽ x minus 1 ഫാക്ടോറിയലിനെ p raised to x minus 1 എക്സിനെ p raised to x minus 1 പ്ലസ് 1 എഴുതാം. അതേപോലെ q raised to n minus xനെ q raised to n minus 1 മൈനസ് x minus 1 എഴുതാം. അതിൽ ചേഞ്ച് ഒന്നും ഉണ്ടാവില്ല. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ x minus 1 from 0 to n minus 1 n into n minus 1 factorial divided by n minus 1 minus x minus 1 factorial into x minus 1 factorial into p raised to x minus 1. p raised to m plus n നെ p raised to m into p raised to n ആക്കാം. അപ്പോൾ into p. അടുത്ത ടേം q raised to n minus 1 minus x minus 1. ഇത്രയും ടേംസ് വരും. ഇതിൽ സമ്മേഷനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ടേംസ് ഒക്കെ ഏതൊക്കെയാ? ഈ ഒരു n-നെയും ഈ ഒരു p-നെയും ഔട്ട് സൈഡ് വെച്ചാൽ ബാക്കി എന്ത് വരും? ദിസ് ഈസ് ഈക്വൽ ടു np into summation x minus 1 from 0 to n minus 1. ഈ ഒരു ടേം എന്താ വരിക? n minus 1 ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ, അതിനെ നമുക്ക് ജസ്റ്റ് നിങ്ങൾ നോക്കിക്കോ. ഞാൻ നേരത്തെ പറഞ്ഞ അതേപോലെ n minus 1 c x minus 1 എഴുതിക്കൂടി. ഇതിന്റെ എക്സ്പാൻഷൻ തന്നെയല്ലേ ഇത്. ആൻഡ് ദിസ് വൺ p raised to x minus 1 q raised to n minus 1 minus x minus 1. നമ്മളെ NCXന്റെ ഡെഫിനേഷൻ പറഞ്ഞ പോലെ നേരെ റിവേഴ്സ് വരുന്നു. n minus 1 c x minus 1ന്റെ എക്സ്പാൻഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു np into ഈ x minus 1ന് പകരം ഒരു y കൊടുത്തു നോക്കി നിങ്ങൾ. അപ്പോൾ y ഫ്രം 0 to n minus 1 n minus 1 cy p raised to y q raised to n minus 1 minus y അല്ലേ? അപ്പൊ അതെന്താ? അതിന് p plus q raised to n എഴുതിക്കൂടെ? അല്ലെ? അതേ എക്സ്പാൻഷൻ അല്ലേ? p plus q raised ബൈനോമിയൽ എക്സ്പാൻഷൻ p plus q raised to n. p plus q ന്റെ വാല്യൂ എന്താണ്? 1 ആണ്. അപ്പൊ np into 1 raised to n which is np. Therefore mean of binomial distribution is np. ഇത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. ഈ ഒരു കാര്യവും ഇത് നേരത്തെ ഞാൻ പറഞ്ഞ എക്സ്പാൻഷൻ ബൈനോമിയൽ സീരീസ് എക്സ്പാൻഷനും അത് രണ്ടും കൃത്യമായി പഠിക്കും. ഓക്കെ.